പുസ്തകം 40-ാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ 40-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 4-ാം വാക്യം, അകമ്പടി നായകൻ അവരെ യോസേഫിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറേ കാലം തടവിൽ കിടന്നു. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആൻഡ് ദേ കണ്ടിന്യൂഡ് എ സീസൺ ഇൻവാർഡ്. ആമേൻ. കാരാഗ്രഹത്തിൽ അവരുടെ കാരാഗ്രഹം, യോസേഫിൻ്റെ കാരാഗ്രഹം എന്തായിരുന്നെന്നറിയാമോ? ഇറ്റ് വാസ് എ സീസൺ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നീ കാരാഗ്രഹത്തിൽ കിടക്കും. അത് എന്താണെന്നറിയാമോ? അതൊരു സീസണാണ്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ സീസണുണ്ട്, ഒരു പ്രതികൂലത്തിൻ്റെ സീസണുണ്ട്, ഒരു കണ്ണുനീരിൻ്റെ സീസണുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവനിയമിതമായിരിക്കുന്ന എല്ലാ ജീവിതത്തിനകത്തും ഒരു സീസണുണ്ട്, കാരാഗ്രഹത്തിൻ്റെ സീസൺ. മലയാളത്തിൽ കുറേ കാലം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്, ദ കണ്ടിന്യൂഡ് എ സീസൺ ഇൻവാർഡ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ഒരു സീസണൽ ട്രബിൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഒരു സീസൺ, കഷ്ടതയുടെ സീസൺ, കാരാഗ്രഹത്തിൻ്റെ സീസൺ. അതുകൊണ്ടാണ് 105-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 105-ാം സങ്കീർത്തനം 18-ാം വാക്യം, യഹോവയുടെ വചനം നിവർത്തി ആകുവോളം, യഹോവയുടെ വചനം നിവർത്തി ആകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒരു സീസണാണ്. പക്ഷെങ്കിൽ സീസണൽ ട്രബിളിനകത്തൊരു മനുഷ്യൻ അകപ്പെടുമ്പോൾ ലോകം അവനെ നോക്കി പറയും, ഇത് ഇവൻ്റെ ഡെസ്റ്റിനി ആകുന്നുവെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യുവർ ട്രയൽസ്, യുവർ ടെംപ്ടേഷൻസ്, യുവർ പ്രോബ്ലംസ്, ഇറ്റ്സ് നോട്ട് യുവർ ഡെസ്റ്റിനി, ഇറ്റ്സ് എ സീസണൽ ഓൺലി. അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ പ്രതികൂലങ്ങളെ നോക്കി പറയുന്ന 2 ഭാഗങ്ങളെ ഞാൻ പറയാം. ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അടുത്ത ഭാഗം നിങ്ങളൊന്ന് പറഞ്ഞേ, ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം. അപ്പം കഷ്ടതയ്ക്ക് താൻ ഒരു പേര് പറയുകയാണ്, കഷ്ടത ഈ കാലത്തേക്കുള്ളതാണ്. കമേൻ, ഓൾ ദ ട്രയൽസ്, ഓൾ ദ ട്രബിൾസ് ആർ സീസണൽ. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന കാരാഗ്രഹത്തിൻ്റെ ഇരുമ്പഴികളാകട്ടെ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന ഞെരുക്കത്തിൻ്റെ ഇരുട്ടുകളാകട്ടെ, ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന രോഗത്തിൻ്റെ പ്രതികൂലങ്ങളാകട്ടെ, അതിനെ നോക്കി പറ, ഇതെൻ്റെ ഡെസ്റ്റിനി അല്ല, ഇതെൻ്റെ സീസൺ മാത്രം. ഇതെന്റെ സീസൺ മാത്രമാണ്. ഈ സീസണിൽ നിന്നെ കാരാഗ്രഹത്തിൽ കണ്ടു എന്ന് കരുതി അടുത്ത സീസണിലും പിശാചി വരും. എന്തിനാണെന്നറിയാമോ? നിന്നെ കാരാഗ്രഹത്തിൽ കാണുവാൻ. ശ്രദ്ധിച്ചേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സീസണിൽ കാരാഗ്രഹത്തിൽ നിന്നെ കണ്ടുവെന്ന് പറഞ്ഞ് അടുത്ത സീസണിൽ നിന്നെ കാരാഗ്രഹത്തിൽ കാണത്തില്ല. ക്യാപ്റ്റന്റെ ജയിലിനകത്ത് വന്ന് യോസഫിനെ ഈ സീസണിൽ കണ്ടവൻ അടുത്ത സീസണിൽ വന്നിട്ട് ചോദിച്ചോ, ഈ കുഴിക്കകത്തൊരുത്തൻ കിടപ്പുണ്ടായിരുന്നല്ലോ, എവിടെയാണ്? അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, അവൻ ഇപ്പോൾ ഇവിടെയില്ല, അവൻ ഇപ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഹൗ ഇറ്റ് ഹാപ്പൻഡ്? അതിന് മറുപടി ഇങ്ങനെ പറയോ, യോസഫിന്റെ സീസൺ മാറി, നിങ്ങൾ അറിഞ്ഞില്ലയോ? ഇന്ന് രാത്രി അറിഞ്ഞാട്ടെ, നിന്റെ സീസൺ മാറോ, നിന്റെ പ്രതിസന്ധിയുടെ സീസൺ മാറോ, നിന്റെ നിന്ദയുടെ സീസൺ മാറോ, നിന്റെ ദാരിദ്ര്യത്തിന്റെ സീസൺ മാറോ, നിന്റെ സങ്കടത്തിന്റെ സീസൺ മാറോ, നിന്റെ പ്രതിസന്ധികളുടെ സീസൺ മാറും. സേവകർ വന്നു, അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരണം കാരാഗ്രഹ സീസൺ കഴിഞ്ഞുപോയി. ഇന്ന് രാത്രികാലം നിന്റെ കാരാഗ്രഹത്തെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഈ സീസൺ മാറോ. നിന്റെ രോഗമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, നിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയാകട്ടെ, ആദി കയറി ഉരുകുന്ന ജീവിത നിമിഷങ്ങളാകട്ടെ, സകല വാതിലുകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാകട്ടെ, പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് സീസണലാണ്, അത് ഡെസ്റ്റിനി അല്ല. ജീവിതത്തിന്റെ കഷ്ടത വരുമ്പോൾ പിശാച് നമ്മുടെ അടുക്കൽ പറയുന്നതാണ്, ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി. അബ്സലോം ദാവീദിനെതിരെ പടപൊരുതുമ്പോൾ ദാവീദ് കൊട്ടാരം വിട്ടു. ദാവീദ് യാത്ര ചെയ്ത് കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം ചെരുപ്പിടാതെ കരഞ്ഞുകൊണ്ട് കയറുന്ന സമയം അവിടെ താൻ ബഹൂരീമിലെത്തുമ്പോൾ ബെന്യാമീൻ ഗോത്രക്കാരനായി ശൗലിൻ്റെ കുലത്തിലുള്ള ശിമയി എന്ന് പറയുന്നവൻ കടന്നു വന്നു. ആ കടന്നു വന്നിട്ട് അവൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം
ഇതാ ദൈവം നിന്നോട് ചോദിക്കുന്നു. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഒറ്റ ക്വസ്റ്റ്യൻ: ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ദാവീദിൻ്റെ കയ്യിലുണ്ടോ? ശൗൽ ഗ്രഹത്തിൻ്റെ രക്തം ദാവീദിൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. ശൗലിനെ കൊന്നെന്നുള്ള വർത്തമാനം വന്ന് പറഞ്ഞവനെ പോലും ദാവീദ് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. ശൗലിൻ്റെ രക്തം ഒരു വിധത്തിലുമില്ല. ഇനി അടുത്തതായിട്ട് പറയുകയാണ്, യഹോവ നിന്റെ രാജ്യത്വം നീക്കി നിന്റെ മകൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ദാവീദിൻ്റെ സിംഹാസനം നീക്കപ്പെട്ടോ? ഒരാഴ്ചത്തേക്ക് ഒന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പക്ഷെ സസ്പെൻഷനെ നോക്കിയിട്ട് പിശാച് പറയും, നീ ഇനി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തിരികെ കൊട്ടാരത്തിൽ കയറി വരത്തില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ പിശാച് നമ്മുടെ അകത്ത് വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇറ്റ്സ് യുവർ ഡെസ്റ്റിനി, നീ തീർന്നു, ഇതാണ് നിന്റെ അവസ്ഥ, ഇത് ന്യായവിധിയാണ്, ഇത് ഗതികേടാണ്, നീ ഇങ്ങനെ നരകിച്ച് തീരത്തേയുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തി 5:22 ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ആമേൻ. ഈ സീസൺ നീ കാരാഗ്രഹത്തിൽ കിടക്കും, പക്ഷെ നിന്റെ സീസൺ മാറും. അടുത്ത സീസണിൽ നിന്നെ കാരാഗ്രഹത്തിൽ കാണാൻ കഴിയുകയില്ല. മൈ സീസൺ shall be changed. ഒരു നിമിഷം കരമടിച്ച് അധരം തുറന്നു പറഞ്ഞ് എൻ്റെ സീസൺ ചേഞ്ച് ആകും.